അയാളാണ് ഇപ്പൊ ലണ്ടനിൽ പോയിട്ട് ഓടിയത്. അയാള് പറഞ്ഞത് ശരിയാണ് എന്ന് ആചാര്യ മോന് തോന്നുക. യുസദ്ദഖു ഫീഹൽ കാദിബ് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ നുണയെ പറയുള്ളൂ, പറയുന്നത് ചെറവരാ പറയും ചെയ്യുന്ന പറഞ്ഞ ഒരാള് എന്തെങ്കിലുമൊക്കെ ഹദീസ് കട്ടിട്ട് കബളിപ്പിക്കൽ അറിയണമെങ്കിൽ അതിന് സാമർത്ഥ്യമുള്ള ആളാവണം. ഇവിടെ അടുത്ത് ഞാൻ ഒരു പരിപാടി ചെയ്യപ്പോ ഒരാൾ വേജാറിൽ എന്നോട് ചോദിക്കാം, സ്വന്തം മോളെ, അപ്പൊ ഞാൻ സംഭവം അറിയില്ല, കൊള്ളിലൊക്കെ ഉണ്ടാകുന്ന ഞാൻ അറിയില്ല, സ്വന്തം മോളെ വിവാഹം കഴിക്കാന്നു. ലോകത്ത് ഒരു ഗ്രന്ഥം, ഏത് ഗ്രന്ഥത്തിൽ അത് നമ്മള് മോളാന്നൊന്ന് അംഗീകരിക്കണ്ടേ? ഫിഖിന് നിയമല്ലേ? ഇന്നലെ എനിക്ക് ഹറാമായിരുന്നു എന്റെ ഭാര്യന്റെ ഉമ്മ. ഞാൻ ഭാര്യയെ കബിൽത്തു നിക്കാഹ എന്ന് പറഞ്ഞ് സ്വീകരിക്കലോട് ആ ഉമ്മ എനിക്ക് എന്റെ സ്വന്തം ഉമ്മാനെ പോലായി. അത് ഒരു കളിയൊക്കെ എന്ത് ചെയ്യണം? അത് നിയമം തന്നെയല്ലേ? അത് ശരി. ഇന്നലെ വരെ ഹറാമായ ഒരാള് 2 വാക്ക് പറഞ്ഞോടുകൂടി അയാളോട് 2 വാക്ക് പറഞ്ഞിട്ടില്ല. ഈ പെണ്ണിന്റെ ബന്ധം സ്ഥാപിക്കാനാ കബിൽത്തു നിക്കാഹ എന്ന് പറഞ്ഞത്. അതിന് അമ്മായിമാക്ക് എന്താ ബന്ധം? ഇവിടെ അമ്മായി എന്നുള്ളത് തന്നെ. വേറെ എന്താ ബന്ധം? ഇനി ഇവളെ തൊലാക്കല്ലേലും ആ ബന്ധം എന്താണ്? അത് ഹറാമല്ല. അതങ്ങനെ ഫിഖയിലുണ്ട്, അത് ഫിഖാണ്. ഫിഖിനൊരു ബേസ് ഇല്ലേ? അത് നമ്മളല്ലേ തീരുമാനിക്കണ്ടേ? നമ്മൾ ആരാ മോള് നിങ്ങളെ തീരുമാനിക്കുക, നമ്മളല്ലേ? നമ്മളെ മോള് ആരാന്ന് പുറത്തുനിന്ന് ഓരോ ഓഫീസിൽ തീരുമാനിക്കല, എന്റെ മോളെ തീരുമാനിക്കല ഞാനല്ലേ? എന്തൊക്കെയാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്നാ ഇനിയിപ്പോ അതന്നെ ഷറൽ മുഅദ്ദിബിൽ ഇമാം നവവി തങ്ങൾ 2-ാം ഷാഫിയല്ലേ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവന്റെ ബീജത്തിൽ എന്നാണ് ഉറപ്പാണെങ്കിൽ ഹറാമാണെന്നാണ് ഇമാം നവവിയുടെ അഭിപ്രായം. ഇതൊന്നും പഠിക്കൂല. മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ എന്താണെന്നറിയില്ല. ഇസ്ലാമിനെ കുതിര കയറുക, പഠിക്കാതെ കേട്ടിട്ട് കുട്ടികളൊക്കെ ഇസ്ലാമെന്ന് പുറത്തു പോവുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എക്സ് മുസ്ലിമീങ്ങൾ, ഞാൻ ഒരിക്കൽ കണ്ണൂർ വെച്ചുകൊണ്ട് ഒരു തമാശ പറഞ്ഞു. എക്സ് മുസ്ലിം എന്ന ഈ പ്രയോഗം തന്നെ ശരിയല്ല. അപ്പൊ മുസ്ലിം നല്ല മഹത്വമുള്ളൊരു പേരാന്ന് അംഗീകരിച്ചു. കാരണം ഒരാൾക്ക് പിരാന്ത് മാറിയ എക്സ് പിരാന്ത് എന്ന് പറയലുണ്ടോ? അതൊക്കെ പിരാന്താണ്, അന്ധവിശ്വാസാന്നല്ലേ അവർ പറയുന്നത്. അപ്പൊ മുസ്ലിം പിരാന്തനാന്ന് അവരെ ഭാഷ. എന്നാ പിന്നെ അത് ഒരാൾക്ക് ശരിക്കും സുഖമില്ലാതായി പിരാന്തായി മാറിയ ബഹുമാനപ്പെട്ട എക്സ് പിരാന്തൻ ഇന്നാള് പ്രസംഗിക്കുന്നു എന്ന് പറയോ? അങ്ങനെയല്ലേ ഇപ്പൊ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞേ? അല്ലെങ്കിൽ ഇതിന്ന് കൊഴിഞ്ഞു പോണേന് പിന്നെ എക്സ് ഇട്ട് പറയല. ആരെങ്കിലും ടോയ്ലറ്റ് കൊണ്ട് പോയിട്ട് ഇവിടെ എക്സ് പൊറാട്ട് ബിരിയാണി ഉണ്ട് എന്ന് പറയോ? ഇവിടെ നിങ്ങൾ ഇതിന്ന് തെറിച്ച മാലിന്യങ്ങളല്ലേ പിന്നെ നമ്മളെ വഷളാക്കുക. അള്ളാഹു അവരുടെ ഷറിൽ നിന്നും ആവുന്നതിൽ നിന്നും നമ്മളെയും തലമുറയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാര്യം നുണ പറയുന്ന ആള് പറഞ്ഞേ ശരിയാന്ന് ആൾക്കാർ വിശ്വസിക്കും. ഒരാള് പറഞ്ഞു ഞാൻ നുണയെ പറയുള്ളൂ, അതെന്നെ ചെറപറാന്ന് പറയുന്നു. അയാളാണ് ഇപ്പൊ ലണ്ടനിൽ പോയിട്ട് ഓടിയത്. അയാള് പറഞ്ഞത് ശരിയാണ് എന്ന് ആചാര്യ മോന് തോന്നുക. യുസദ്ദഖു ഫീഹൽ കാദിബ് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ നുണയെ പറയുള്ളൂ, പറയുന്നത് ചെറവരാ പറയും ചെയ്യുന്ന പറഞ്ഞ ഒരാള് എന്തെങ്കിലുമൊക്കെ ഹദീസ് കട്ടിട്ട് കബളിപ്പിക്കൽ അറിയണമെങ്കിൽ അതിന് സാമർത്ഥ്യമുള്ള ആളാവണം. 500 നോട്ട് കുറെ കണ്ട് എടുക്കുക, അതിലൊരു 10 കള്ളനോട്ടാണ്ട് വെച്ചാൽ നമ്മളെ കൊണ്ടുപോയിട്ട് മീൻകാരന് കൊടുക്കും. പിന്നെ പോലീസുകാർ വരുമ്പോഴേ അറിയുള്ളൂ. കാരണം ഈ കബളിപ്പിക്കണേ നമ്മളറിയില്ല. ഇതൊക്കെ തന്നെ ഒരു പരിപാടി. ഇവര് ആയത്തോതും ഓതി ആയത്തെ അല്പം ശരിയായിരിക്കും, മലയാളത്തിൽ വെച്ച അർത്ഥം ശരിയായിരിക്കും, മുറാദ് വാത്തിലായിരിക്കും. ഈ പണി ലോകത്ത് ആദ്യം തുടങ്ങിയ ഖവാരിജാണ്. ആരാ ഖവാരിജ്? വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ എന്ന ആയത്തിന്റെ തഫ്സീറിൽ റൂഹുൽ ബയാൻ 5-ാം വാള്യത്തിൽ കാണാം. ലോകത്തെ ഏറ്റവും പ്രത്യക്ഷ ഇബാദത്തുള്ള ആളുകൾ ഖവാരിജായിരുന്നു. ഇവരുടെ ഇബാദത്ത് കണ്ടുകൊണ്ട് അലിയാർ പോലും ഞെട്ടിയിട്ടുണ്ട്. കാരണം അവർ തിങ്കളും വേഴം സുന്നത്തും പോക്കുന്ന ആളുകളാണ്. മുഴുവൻ ആളുകളും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളാണ്. മുഴുവൻ ആളുകളും ദുഹാ നിസ്കരിക്കുന്ന ആളുകളാണ്. മുഴുവൻ ആളുകളും ദിക്ർ ചൊല്ലുന്ന ആളുകളാണ്. മുഴുവൻ ആളുകളും ഫിക്റിന്റെ ആളുകളാണ്. പക്ഷെ അവർ നരകത്ത് പോകുന്നല്ല റസൂൽ പറഞ്ഞത്. അവർ നരകത്തിലെ പന്നികളാണ്. മുഹമ്മദ് മുസ്തഫ എന്താ ദീനെന്ന് പഠിക്കണം. ദീന നിസ്കാരം മാത്രല്ല, നിസ്കരിച്ചോരും സ്വർഗത്ത് പോവും, നിസ്കരിച്ചോരും നരകത്ത് പോവും. വൈലുല്ലിൽ മുസല്ലീൻ. പിന്നെ ഫീ സ്വലാത്തി എന്ന് പറഞ്ഞില്ല എന്ന് മാത്രം ഒരു സമാധാനം, വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഫീ സ്വലാത്തി എന്ന് പറഞ്ഞില്ല, അൻ സ്വലാത്തി എന്ന് പറഞ്ഞ അപ്പൊ താരിഖു സ്വലാത്ത് ആയിരിക്കും എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമൊന്നുമല്ല. ഒരു ശ്രദ്ധയില്ലാതെ അല്ലെങ്കിലോ ചീഞ്ഞ വിശ്വാസമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കാറുണ്ടാവും. താമ്പും വരും. ഒരൊക്കെ കൊടുത്തപ്പെട്ട അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഖവാരിജിൽപ്പെട്ട ഒരാൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ള ഒരാളെ വിട്ടു പോവില്ല. ഇന്നലെ സുന്നത്തെടുത്തിട്ടില്ല എന്ന് പറയും. അങ്ങനെ ആർക്കെങ്കിലും ഈമാണ്ടോ? ഇവര് നരകത്ത് പോകുമെന്ന് പറഞ്ഞാൽ സൈക്കാണ്. ഇവര് നരകത്തിലെ പന്നികളാണ്. സാധാരണ പന്നി നായെന്നൊന്നും പറയാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പറയില്ല. അത് നല്ല ഭാഷ. ഇത് നല്ല റസൂല് പറഞ്ഞ അത് ജവാസിന് പായം ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെയാണ്. ഷാരിയാണ്. ഷാരിയനെ ചിലപ്പോൾ നിന്ന് മൂത്രയിക്കേണ്ടി വരും, ചിലപ്പോൾ വലിയ മുടി വളർത്തേണ്ടി വരും, ചിലപ്പോ ഈ ആദ്യ വാക്കുകൾ ചില ഒറ്റപ്പെട്ട സ്ഥലത്ത് പറയേണ്ടി വരും. ആ എല്ലാവരും കൂടി പറയണമെന്ന് അതിന് അർത്ഥമില്ല.
ഹദീസ് എടുത്ത് അമൽ ചെയ്യുക, എല്ലാരും കൂടിയാണ് ഇന്ന് ഉത്തരവിക്കല. ഷാരി അല്ല പറഞ്ഞ പണിയൊക്കെ ചെയ്യും, ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടി ചെയ്യും. അതൊക്കെ ഷാരിന് നിർബന്ധമാണ്. ഷറഅ് നിയമമായി വരാൻ അമ്പിയാക്കൾക്ക് മറവി ഉണ്ടാവാം, മുത്തനബിക്ക് മറവി ഉണ്ടായില്ലേ നിസ്കാരത്തിലൊക്കെ, അതൊക്കെ സീച്ച പുസ്തകപ്പെടുത്ത് ഉദ്ധരിക്കേണ്ടത്. ഇതൊക്കെ ബുഖാരി ഇമാം കറ്റുകെട്ടുണ്ടാക്കിയ നുണകളാണ്. മുത്തനബിക്ക് മറവിയോ എന്ന് ചോദിക്കണ്ടേ. എന്താണ് നുബുവത്ത്, എന്താണ് റിസാലത്ത്, എന്താണ് ഷറഅ്, എന്താണ് ഇൽമ്, ഒന്നും അറിയാത്ത പടുജാഹിലീങ്ങൾ മിമ്പർ പിടിച്ചെടുക്കിയിട്ട് കുഫർ ഖുത്ബയായിട്ട് ഓതുന്ന കാലമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വെറുതെ ആര് യുക്തിവാദിക്ക് ഞാൻ അങ്ങനെ അതിന്റെ ആളല്ല, ഞാൻ മറുപടിയൊക്കെ നിർത്തി. മരുന്നാണ് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. മറുപടി കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ മറുപടിയേക്കാൾ ഉമ്മത്തിന് ഫലം ചെയ്യൽ മരുന്നാണ്. മരുന്നെന്താ? മഹാന്മാരെ പറയാ, റസൂലുള്ളാഹിനെ പറയാ, അതൊരു മരുന്നാണ്. നമ്മളൊക്കെ സാസിലെ എത്ര യുക്തിവാദികൾ ഷാത്തിൽ മെല്ലിയിട്ടുണ്ട് മധു കേട്ടിട്ട്. ഞാൻ ഷാത്തിൽ ചൊല്ലി കൊടുത്തിട്ടുണ്ട് മധു കേട്ടിട്ട്, മറുപടി കേട്ടിട്ടല്ല. മറുപടി അവർ പറയും നിങ്ങള് യുക്തിവാദികൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്, തലക്കേറിയിട്ടില്ല. ആ മധു ഉണ്ടല്ലോ മനസ്സിൽ കണ്ട് കയറി ഷാത്തേലുമ ചൊല്ലി തരുന്ന് പറഞ്ഞ ആൾക്കാർ മധു നന്നായി പറയണം. റബീഉലൊക്കെ വരണം, നന്നായിട്ട് മധു പറയണം. അബ്ബാസ് വൈസിക്കറിയാ, ഞങ്ങൾക്ക് മധു പറയാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. വൈസി സുബല ഞങ്ങൾക്ക് മധു പറയാം, വൈസൊക്കെ ഉണ്ടായില്ലേ, മധു പറയാനായിട്ടുള്ള ഗ്രൂപ്പാണ്. കൊറോണ കാലത്ത് സുംബുലയിൽ എത്രയോ മധുഹാണ് നടന്നത്. ഞങ്ങൾ എല്ലാവരെയും പ്രസംഗിക്കുന്ന ആളുകളാണ്. അല്ലാഹു തആല മധുഹിന്റെ നാവ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മധു മദദിന് കാരണമാണ്. മധു ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിലും പറഞ്ഞാ പിന്നെ മഹബത്ത് വരും. മഹബത്ത്, ഹുബ് ഉണ്ടെങ്കിൽ ഉള്ളിലുണ്ടാവും, പുറത്തുണ്ടാവും. മഖ്റജ് ഉള്ളിലാണ്, പുറത്താണ്. ഇനി വാദപ്രയോഗം വേണ്ട, ആ ലഫ്ലൊന്ന് പരിശോധിച്ചാൽ മതി. നബിദിനത്തിന് വാദപ്രയോഗം വേണോ? ഹുബ് എന്നുള്ള ലഫ്ല് പരിശോധിച്ചാൽ പോരെ. മഖ്റജ് ഉള്ളിലാണ്, പുറത്താണ്. അപ്പൊ ഉണ്ടെങ്കിൽ പുറത്തും വേണം, ഉള്ളിലും വേണമെന്ന് അതിന്റെ അർത്ഥം. മാത്രല്ല ബാ രണ്ട് ബാ കൂടിയതല്ല, മുഷദ്ദദല്ലോ. ആ മഹബത്ത് ഉണ്ടെങ്കിൽ രണ്ടും ഒന്നാണ് അതിന്റെ പേരാണ്. പിന്നെ അങ്ങട്ടില്ല. അതാണ് ഇവിടെ കവി പറഞ്ഞത്. അവിടെ പോയ ഞാനില്ല നീയില്ല, ഒരാൾ മാത്രം. കഅബ ശരീഫ് ശരീരത്തിന്റെ ഇബാദത്തിന്റെ ഖിബലയാണ്. മദീന റൗള മഹബത്തിന്റെ റൂഹിന്റെ ഖിബലയാണ്. കഅബ ശരീഫ് ബുദ്ധിയില്ലാത്ത കല്ലിനാൽ നിർമ്മിതമായ അള്ളാന്റെ അടയാളമാണ്. പരിശുദ്ധ റസൂല് ബുദ്ധിയുള്ള, അക്കലുള്ള, ഫഹമുള്ള, അദാലത്തുള്ള അള്ളാന്റെ അസ്മാഉൽ ഹുസ്നയുടെ മദ്ഹറാണ് മുഹമ്മദ് മുസ്തഫ. അഷ്റഫുൽ ഖൽഖല്ല കഅബ ശരീഫ്, അഷ്റഫുൽ ഖൽഖല്ല മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, അഷ്റഫുൽ ഖൽഖല്ല ആകാശവും ഭൂമിയും, അഷ്റഫുൽ ഖൽഖല്ല സൂര്യൻ, അഷ്റഫുൽ ഖൽഖ് ഒരേ ഒരാൾ മാത്രം, മുഹമ്മദുർ റസൂലുള്ളാഹ്. അതല്ല പറയലെന്നെ മുഹമ്മദുൻ. ഏത് നിബന്ധനത്തിനായാലും മുത്തദേ അർത്ഥം വെക്കണുള്ളൂ, ഖബർ അർത്ഥം വെക്കണില്ല. മുഹമ്മദുൻ കലാമ് താമാവോ? സെയ്ദുൻ എന്ത് കുന്താ പറഞ്ഞ കായ്മെന്ന് പറയും. സെയ്ദുൻ എന്ന് പറയുമ്പോൾ അർച്ച ഇങ്ങനെ വെക്കുക, കായ്മെന്ന് പറയണ്ട. പ്രസംഗം ആകെ വിലയിരുത്തിയ ഒക്കെ മുഹമ്മദൻ. ആ സ്ത്രീ വിമോചകൻ, തൊഴിലാളി വർഗത്തിന്റെ നായകൻ, അടിമകളെ മോചിപ്പിച്ച ആള്, അത് മുഹമ്മദ് എന്നുള്ളതാണ്. അത് കുറെയൊക്കെ ഗാന്ധിജിയും ചെയ്തിട്ടുണ്ട്, വേറെയും കുറെ ആൾക്കാർ. ചിലര് പ്രസംഗിക്കും അങ്ങനെ പറയലുണ്ട്, ഗാന്ധിജിയേക്കാൾ വലിയ മഹാൻ. ഞാൻ അങ്ങനത്തെ ആളോട് പറയലുണ്ട്, പ്രസംഗിക്കാൻ പറ്റൂലെങ്കിൽ മുണ്ടരുന്ന് അങ്ങനെ പറയാൻ പാടില്ല. ഗാന്ധിജിയേക്കാൾ വലിയ മഹാൻ തന്നെയാണ്, പക്ഷെ ചേർത്തി പറയുമ്പോ ചേർത്തനേനൊരു മുനാസബ് ഉണ്ടാവണം. ആരെങ്കിലും പറയോ മിന്നാമിനെങ്ങനേക്കാൾ പ്രകാശമുണ്ട് സൂര്യന്ന്? ആ കേട്ടങ്ങൾ അറിയില്ല, സുഖമില്ലാന്ന് അറിയില്ലേ? ശരിയില്ലാത്തോണ്ടാ എല്ലാ ശരിയും വിളിച്ചു വരാനുള്ളതാ. ഗാന്ധിജി മോശം അതിനർത്ഥമില്ല. ലാ തുഫദ്ദിലൂനി അലാ യൂനുസ, ഇങ്ങനെ ചേർത്തി പറയാൻ പറ്റണം മക്കാമിലും അല്ല, അതിന്റെ മേലെയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. റസൂലുള്ളാഹിനെ അപ്പുറത്താക്കിയിട്ട് ഒരു നബിയെ പോലും അപ്പുറത്താക്കിയിട്ട് ഇതിനേക്കാളും വലിയ അഫ്ളലാന്ന് പറയാൻ തന്നെ പാടില്ല. യഥാർത്ഥ പഠിച്ച ആളുകൾ മുണ്ടൂല. അതിന് വേറെയും കുറെ അർത്ഥങ്ങളുണ്ട്, ഈ ഷാർത്തോയിലുണ്ട്. അതുകൊണ്ടാണ് താരതമ്യം ചെയ്തിട്ട് യൂസുഫ് നബാനിക്ക് ഒരു കിതാബുണ്ട്, ഹുജ്ജത്തുല്ലാഹി അലൽ ആലമീൻ. എടുത്തു നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ അഫ്ളലിയത്ത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ഗാന്ധിജിയേക്കാൾ വലിയ മഹാനാണ്. പിന്നെ എല്ലാവർക്കും ഉണ്ട്. മൈക്കിൾ ചാർട്ട് പറഞ്ഞു, മൈക്കിൾ ചാർട്ട് അതിലെ ഹിറ്റ്ലറിന്റെ പേര് 39 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മൈക്കിൾ ചാർട്ട് ഹിറ്റ്ലറിന്റെ പേര് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് വിളിച്ചു പറയാം. മൈക്കിൾ ചാർട്ട് കൊടുത്തേ ശരിയല്ല എന്നല്ല, അതിൽ ഗുണമില്ല എന്നല്ല, പക്ഷെ അതൊക്കെ വലിയ വിഷയമായിട്ട് പൊങ്കാലിട്ട് ഇങ്ങനെ പറയണ്ട. എവിടെ പോയി യൂസുഫ് നബാനിൻ്റെത്, എവിടെ പോയി ഇമാം ബൂസീരിയുടെ ഒക്കെ പറഞ്ഞൂടെ? അതിന്റെ ഇടക്കൊന്ന് ഈ പുട്ടിനിടയിൽ തേങ്ങടുന്ന മാതിരി ഇട്ടാൽ മതി മൈക്കിൾ ചാർട്ടിന്. അല്ലാതെ ഭയങ്കര വിഷയമായിട്ട് അവതരിപ്പിക്കാൻ നിൽക്കണ്ട. കാരണം മൈക്കിൾ ചാർട്ട് 39 നമ്പറിൽ ഹിറ്റ്ലറിൽ കൊടുത്തിട്ടുണ്ട്. കുറെ ആൾക്കാർ സ്വാധീനിച്ചു കൂട്ടത്തിൽ ഹിറ്റ്ലർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 39 നമ്പറിൽ ഹിറ്റ്ലർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അവിടത്തെ പോയില്ലതൊക്കെ എന്നാ അയാള് ചെയ്തത് ഗുണാണ്. കാരണം എന്താ? ഒന്നാമത്തെ പേര് അദ്ദേഹം എഴുതിയപ്പോ മുഹമ്മദ് റസൂൽ, മുഹമ്മദ് എന്ന് എഴുതി.
അത് റസൂലുള്ളാന്റെ പവർ തന്നെയാണ്. പക്ഷെ അതൊന്നുമല്ല വലിയ കാര്യമൊന്ന്. അപ്പൊ അയാൾ എഴുതുന്നതിന് മുമ്പ് റസൂലുള്ള അഫ്ളൽ അല്ലേ? ഒരു നബിതയാണ് വന്ന എല്ലാവർക്കും ഉണ്ട് ഒരു മൈക്കിൾ ചാർട്ട്. മുത്താലിമ്യങ്ങൾ കുറെ പ്രഭാഷകന്മാർ അതുകൊണ്ട് പറയാണ് ഇതൊക്കെ കുട്ടികളെ ഇടക്കിടക്ക് സൈഡ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ സിമെന്റ് ഇട്ട് എടുക്കാനേ പറ്റുള്ളൂ. ഇതൊന്നും കട്ടക്ക് വെക്കാൻ പറ്റൂല. അള്ളാന്റെ റസൂൽ ശരിക്കും പഠിക്കണം. റസൂലുള്ളാന്റെ ബശരീയത്തിന്റെ കുറെ ചരിത്രാണ്ട് വളമ്പി മറ്റേ പറഞ്ഞു കൊടുക്കാത്തോണ്ടായി യുക്തിവാദികൾ കൂടുന്നത്. മറ്റോ റസൂലുള്ളാന്റെ വിധാനം എത്രയാ? ബശരീയത്തിന്റെ ലോകമുണ്ട്. അവിടെ കഷ്ടപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ, അടികിട്ടുന്ന മുഹമ്മദ് മുസ്തഫ, യുദ്ധം ചെയ്യുന്ന മുഹമ്മദ് മുസ്തഫ, പെണ്ണ് കെട്ടുന്ന മുഹമ്മദ് മുസ്തഫ, കുട്ടികളൊക്കെ ആൺകുട്ടികളൊക്കെ ജീവിതത്തിൽ തന്നെ വിടവാങ്ങി സ്വന്തം കൈകൊണ്ട് മറവ് ചെയ്ത് ആ ആൺകുട്ടികളുടെ വിടവാങ്ങൽ കൊണ്ട് കരയുന്ന മുഹമ്മദ് മുസ്തഫ. മകാന മുഹമ്മദുൻ അബാ അഹദി മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹ്. പ്രായപൂർത്തിയായിട്ട് ഒരു ആൺകുട്ടി ഉണ്ടാവില്ല എന്ന് ഖുർആൻ നേരത്തെ റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. മാകാന മുഹമ്മദുൻ, മുഹമ്മദ് അല്ല, അബാ അഹദിൻ, നിങ്ങളിൽ ഒരാളുടെ മിരിജാലിക്കും. റജുൽ എന്ന് പറയണമെങ്കിൽ 15 വയസ്സാണ്. റജുൽ എന്ന് പറയണമെങ്കിൽ 15 വയസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് 15 വയസ്സ് വലിപ്പമുള്ള ഒരു ആൺകുട്ടി ഉണ്ടാവില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി എങ്ങാനും ഭാഷ അറിയുന്ന ആളുകളുടെ മുമ്പിൽ റസൂലുള്ളാഹിന്റെ കാസിം എന്നുള്ള മോന് 16 വയസ്സിൽ മരിച്ചാൽ ഈ ആയത്താണ് വലിച്ചെറിയാ തോട്ട് കണ്ടിടാ ഭാഷ അറിയുന്ന ആളുകളുടെ മുമ്പിൽ. അതുകൊണ്ട് 15 വയസ്സും പ്രായമുള്ള ഒരൊറ്റ ആൺകുട്ടി ഇല്ല മുഹമ്മദ് റസൂലുള്ളാഹിക്ക്. ഇത് ഖുർആൻ നേരത്തെ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, എന്ന ആയത്ത് പടച്ചവൻ ഖുർആനിൽ വെച്ചപ്പോൾ അത് 63-ാമത്തെ സൂറത്തിലാണ് വെച്ചത്. കാരണം റസൂലുള്ളാഹിന്റെ പ്രായം 63 അതുകൊണ്ട് ചില മുഫസ്സിരീങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ ആയത്തിന്റെ താഴെ പറഞ്ഞ നഫ്സാണെങ്കിലും ശരി, നഫ്സ മുഹമ്മദിൻ സാക്ഷാൽ മുഹമ്മദ് മുസ്തഫാന്റെ ശരീരമാണെങ്കിലോ നിശ്ചിത സമയം സമാഗതമായാൽ എക്സ്റ്റൻഷനോ പിന്നെ നീട്ടിക്കൊടുക്കുന്ന പ്രശ്നമില്ല. ഇതൊക്കെ പഠിക്കൂറ. ഇത് 64-ാമത്തെ സൂറത്തിലായ പോയില്ല കാര്യം. ഇന്ന് ആയത്ത് ഇറങ്ങി അനുസരിച്ചുകൊണ്ടാണോ മുസാഫിൽ അങ്ങനെയാണ് സൂറത്തുൽ അലക്കൽ ആദ്യം വരേണ്ടത്, സൂറത്തുൽ ഫാത്തിഹയല്ല ആദ്യം ഉള്ളത്? കാരണം അതും റബ്ബിന്റെ വഹയാണ്. ഇന്ന സൂറത്ത് ഇന്നെടുത്ത്, അതിൽ ഇന്ന ആയത്ത് ഇന്നെടുത്ത്, ഇന്ന ആയത്തിന് ശേഷം ഇന്ന ആയത്ത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാന. ഇതൊക്കെ പഠിക്കുന്നവരായി കുട്ടികളെ ഇൽമിന്റെ മേലെ എന്താ ഉള്ളത്? ബൈലാവി ഇമാമിന്റെ ശ്വാസം പോയാ മുഴുവനാക്കിയില്ല. ശ്വാസം പോയപ്പോ ആളുകൾ മരിച്ചു നേരിട്ട് കൊണ്ടേ മറവ് ചെയ്തു ബൈലാവി ഇമാമിനെ. പടച്ചോനെ കബറിലുള്ള പെട്ടോലെ എന്ത് ചെയ്യും? ബൈലാവി ഇമാമണ്ട് നേർച്ചാക്കി ഇന്നെ ഇവിടുന്ന് പടച്ചോനെ ഈ കഴിച്ചിലാക്കി തന്നാൽ, പുറത്താക്കി തന്നാൽ ഞാൻ ഇൽമിന് ഏറ്റവും അഫ്ളലായ ഒരു അമല് ചെയ്യാന്ന്. ആ നേർച്ചക്കടം വീട്ടിയതിന്റെ പേരാണ് തഫ്സീർ ബൈലാവി. തുഹ്ഫത്തുൽ അഹ്ബാബ് എന്ന കിതാബ് നോക്കൂ സഹോദരന്മാരെ. ഇൽമിന്റെ മേലെ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇൽമിന്റെ മേലൊന്നുമില്ല. അതുകൊണ്ടാലോ ഇൽമ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് എല്ലാരും ഇസ്തിഗ്ഫാർ ചെയ്യും. ഹത്തൽ ഹൂത്ത്. എന്താ ഇത് ഹത്തൽ ഹൂത്ത് എന്ന് പറയാൻ കാരണം? അങ്ങനെ ചിന്തിക്കുക, അണ്ട് അർത്ഥം വെച്ച് പോയാ പോരാ. മത്സ്യം വരെ പിന്നൊന്നും ഉണ്ടില്ല. എന്താ മത്സ്യം വരെ എന്ന് പറയാൻ കാരണം? ആയത്തിട്ട് പറയുമ്പോ അതിലൊരു ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയണേ എല്ലാരും കുടിയിരിക്കൽ വന്നു, ജിഫ്രീതങ്ങൾ വരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ജിഫ്രീതങ്ങൾ സാധനം അങ്ങനെ ആ കുടിയിരിക്കുക, അങ്ങനത്തെ കുടിയിരിക്കൽ പോലില്ല എന്ന് അതിന്റെ അർത്ഥം അല്ലെ? എല്ലാരും വന്നു, പ്രധാനമന്ത്രി വരെ എന്ന് പറഞ്ഞാൽ അയാൾ ഈ ഭാഗത്തേക്ക് പോലില്ല എന്ന് അതിന്റെ അർത്ഥം. എന്നിട്ട് അയാൾ വന്നു, അതതിന്റെ അർത്ഥം. നിങ്ങളത് നോക്കണ്ട, ഇലിമിൽ ലദ്ദത്തുണ്ടാകുമ്പോ ഇളകൊക്കെ ചെയ്യും. മനസ്സിലായി? എല്ലാരും വന്നു ഇങ്ങനെ. അപ്പൊ ഇനി അവിടെ ഒരാളെ ചേർത്താൽ അതിന്റെ അർത്ഥം അയാൾ പൊതുവെ പോലില്ല എന്നാണ്. എല്ലാരും ഇൽമ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് ഇസ്തിഗ്ഫാർ. ഹത്തൽ ഹൂത്ത്, മത്സ്യം വരെ. കാരണം എന്താ? മത്സ്യത്തിന് നാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷികൾക്ക് ചിച്ചി എന്ന് പറയാം, പൂച്ചക്ക് ഇളക്ക, കാരണം നാവുണ്ട്. മൃഗങ്ങൾക്ക് നാവുണ്ട്, അവരെ ശൈലിയിൽ ഇസ്തിഗ്ഫാർ ചെയ്യാം. പക്ഷിക്ക് ഈ മത്സ്യത്തിന് ഇസ്തിഗ്ഫാർ ചെയ്യണമെങ്കിൽ ആദ്യം നാവ് വേണ്ടേ? നാവില്ലാത്ത സാധനമാണ് മത്സ്യം. നിങ്ങൾ തുറന്നു നോക്കിയ നാവുണ്ടാവൂല. ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ പോയതാണ്. ഇബ്ലീസ് വന്നിട്ട് ഈബത്ത് പഠിപ്പിച്ചപ്പോ പോയതാ. അങ്ങനെയാ. ഇബ്ലീസ് വന്നിട്ട് വലിയ തിമിംഗലത്തിനെ കണ്ടു ആദ്യം കടഭാഗത്ത് വന്നപ്പോൾ. അപ്പൊ ആ മത്സ്യത്തിനോട്, തിമിംഗലം മത്സ്യമല്ല പ്രസംഗം, ഏതായാലും പറഞ്ഞു, നിന്റെ ആളുകളോട് പറയും മനുഷ്യൻ എന്നുള്ള ഒരാൾ വരാൻ പോകുന്നുണ്ട്. വന്നാൽ നിങ്ങളെ മുഴുവനും വലവിച്ച് പിടിച്ചിട്ട് പൊരിച്ചിട്ട് അവര് കറുകറു തിന്നും. അങ്ങനത്തെ ഒരു ഭീകരജീവി വരാൻ പോകുന്നുണ്ട്. അവന്റെ പേര് മനുഷ്യൻ എന്നാണെന്ന്. ഈ മത്സ്യം കടലിൽ മുഴുവനും ഓടി നടന്നിട്ട് എല്ലാ മത്സ്യങ്ങൾക്ക് മുമ്പിലും പബ്ലിസിറ്റി ചെയ്തു. ഒരു ചെങ്ങായി വരാണ്ടാലോ മനുഷ്യൻ എന്നാണല്ലോ പേര്.
നമ്മളൊന്നും ആയുസ് ഉണ്ടാവില്ല എന്നാ പറയണതെന്ന്. അത് സത്യത്തിൽ ആദനബിനെ ഈബത്ത് പറഞ്ഞതാ. അപ്പൊ മത്സ്യങ്ങളുടെ ഒക്കെ തൊള്ളേന്ന് അള്ളാഹു തആല നാവാണ്ട് ഒഴിവാക്കി. ഈബത്ത് പറഞ്ഞ കാരണത്താൽ ബുദ്ധിയില്ലാത്ത മത്സ്യങ്ങളുടെ വായിൽ നിന്ന് പടച്ചോ നാവ് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ബുദ്ധിയുള്ള മനുഷ്യന്റെ ലാസ്റ്റ് അവസ്ഥ എന്താന്ന് പറയാൻ പറ്റൂല. കാരണം നാവ് കെലിമല്ലാണല്ലോ. ആ പണി ഇതുകൊണ്ട് നടന്നില്ല, പിന്നെ നോക്കി പിടിച്ചിട്ടും കാര്യമില്ലല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണേ ചിന്തിക്കണേ, ദീർഘമായി പറയുന്നില്ല. അതുകൊണ്ട് ചെമ്പലങ്ങാട് ഉസ്താദ് ജീവിതത്തിൽ ഗീബത്ത് പറഞ്ഞിട്ടില്ല. അത്തിപ്പറ്റ ഉസ്താദ് ജീവിതത്തിൽ ഗീബത്ത് പറഞ്ഞിട്ടില്ല. ശംസുൽമേ എതിരാളികൾ നേരിട്ടുണ്ട്, അത് ഈബത്തും അല്ല. അത് ശരി, എതിരാളികൾ നേരിടൊക്കെ ഈബത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഫിറൗനെ കുറ്റാൻ പറയാൻ പാടില്ല എന്നല്ലേ. ബാത്തില് ബാത്തില് തന്നെയാണ്, അത് പറയുന്നേയും, അത് ഈബത്തല്ല. ഇനി എന്നോടൊരാൾ ചോദിക്കാണ്, നിങ്ങളെ നാട്ടിലെ അബ്ദുറഹ്മാനെ കുറിച്ച്, അങ്ങനെ ഇല്ല കേട്ടോ സങ്കല്പം, അബ്ദുറഹ്മാനെ എന്റെ മോൾക്ക് കെട്ടിച്ചു കൊടുക്കണം എന്നുണ്ട്, എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് വെച്ചാൽ, കുടിയാനാണെങ്കിൽ എനിക്ക് പറയണം മാന കുടിയാനാണെന്ന് പറയണം, അത് ഉജൂബായ ഈബത്താണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഉസ്താദ് എവിടെയെങ്കിലും പറഞ്ഞാൽ നമ്മൾ ആ പഠിച്ച കണ്ടമുണ്ടായിട്ട് ഉസ്താദിനെ കുതിര കയറാൻ നിൽക്കണ്ട, പഠിച്ചിക്കണം, നോക്കണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഉസ്താദ്മാരാകുമ്പോൾ അങ്ങനെ ഒന്നുണ്ട്. നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, എന്റെ നാട്ടിൽ ഉസ്താദ് കിബിലക്ക് നേരെ തിരിഞ്ഞ് മൂത്രയിക്കണേ കണ്ടിക്കണം, അതിനുശേഷം മൂപ്പരെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ചോദിച്ചു കിതാബ് തിരുന്ന ആളാണോ എന്ന് വെച്ചാൽ എന്നാ കുറ്റമാരുണ്ടായിരുന്നു. കാരണം ഫത്തുൽ മേലുണ്ട് കിബിലക്ക് നേരെ തിരിഞ്ഞിട്ട് മൂത്രയിക്കണ ഓസം കണ്ട് തിരിച്ചു പിടിച്ചാൽ കറാത്തില്ല എന്ന്, ഉണ്ടോ ഇല്ല എന്ന് പറയില്ലല്ലോ അയാള്. ഇനി ഇത് കണ്ടിട്ട് തിരിച്ചു പിടിക്കാൻ നിൽക്കണ്ട, കാലേർപ്പാക്കാൻ നിൽക്കണ്ട, അതിന് പറഞ്ഞല്ല. അപ്പൊ പെട്ടെന്ന് ചാടിക്കയറിയിട്ട് കുറ്റം പറയണ്ട. അങ്ങനെ മസാല തഹവീൽ ചെയ്ത ഈ കറാത്ത് പോലെ, തഹവീൽ ചെയ്ത കറാത്ത് ഇതാ വലിയ മല പോലത്തെ പണ്ടന്മാരിക്കണോ ചോദിച്ചു നോക്കി. അങ്ങനെയല്ല മസാല. അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല.